ഒരു കുറ്റാന്വേഷണ സിനിമാ കഥയെ വെല്ലുന്ന കൊലപാതക പരമ്പരയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം കട്ടപ്പന കക്കാട്ടുകടയിൽ നിന്ന് പുറത്തു വന്നത്. കുറ്റകൃത്യങ്ങളുടെ കഥ തുടങ്ങുന്നത് 2016-ലാണ്. ദുർമന്ത്രവാദവും പൂജയും വശമുള്ള നിതീഷ് തൻ്റെ സുഹൃത്തായ വിഷ്ണുവിൻ്റെ സഹോദരിയുടെ 4 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു, ഗന്ധർവന് ബലി കൊടുക്കാനെന്ന പേരിൽ. കുട്ടിയെ കൊന്ന വിവരം പുറം ലോകം അറിയാത്തതിനാൽ ദുർമന്ത്രവാദവും മോഷണവുമൊക്കെ വിഷ്ണുവും നിതീഷും വീണ്ടും തുടർന്നു. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ താമസം അവസാനിപ്പിച്ച് വിഷ്ണുവും കുടുംബവും ഒപ്പം നിതീഷും കക്കാട്ടുകടയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ. പുതിയ വാടക വീട്ടിൽ വിഷ്ണുവിനെയും നിതീഷിനെയും കൂടാതെ മറ്റാരെയും അയൽവാസികൾക്ക് പോലും പരിചയമില്ലായിരുന്നു. ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അമ്മയെയും സഹോദരിയെയും മുറിയിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു മാസങ്ങളായി. അപ്പം ഇങ്ങനെ ഇവിടെ വരുമ്പം ചോദിക്കും ഫാമിലിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയും പെങ്ങളൊക്കെ ഉണ്ട്, അവരിവിടെ ഇല്ല, പൂനെയിൽ എന്ത് ഭയങ്കര ജോലിയാണ്, പെങ്ങളുടെ ഒപ്പമാണ് അമ്മയും. ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും അറിയത്തില്ല. ഒരു വാടകക്കാർ അവിടെ ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞുള്ള ഒരു അറിവേ ഉള്ളായിരുന്നു. ഈ വീട്ടിൽ വെച്ചാണ് പിതാവായ വിജയനെയും വിഷ്ണുവും നിതീഷും ചേർന്ന് 5 മാസം മുമ്പ് ക്രൂരമായി കൊലപ്പെടുത്തി കോൺക്രീറ്റ് തറ പൊളിച്ച് കുഴിച്ചു മൂടിയത്. യാതൊരു മടിയുമില്ലാതെ വീണ്ടും മോഷണങ്ങൾ തുടർന്ന വിഷ്ണുവും നിതീഷും മാർച്ച് 2-ന് ഒരു വർക്ക്ഷോപ്പിൽ മോഷണം നടത്തുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിലായി. ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ദുർമന്ത്രവാദത്തിന്റെയും കൊലപാതകത്തിന്റെയും മോഷണ പരമ്പരകളുടെയും ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറംലോകം അറിയുന്നത്. പ്രതികളിൽ ഒരാളായ വിഷ്ണു നിലവിൽ കാലിന് പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നിതീഷാകട്ടെ പീരിമേട് സബ് ജയിലിലും. ഇരു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി വിപുലമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് പോലീസ്. ഇലന്തൂർ നരബലിയുടെ നടുക്കുന്ന ഓർമ്മകൾ കേരളം ഇനിയും മറന്നിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും ഒരു ദുർമന്ത്രവാദ കൊല. വരും മണിക്കൂറുകളിൽ ഈ കൊലയുടെ ചുരുളുകൾ അഴിയുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കട്ടപ്പനയിൽ നിന്നും നന്ദുഷായസ്,